மல்லிகை பூவாய் மாறிவிட ஆசை தென்றலை கண்டு. ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും അമ്മൂസാനസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ആ മുടിയിൽ നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ മുടി സ്ട്രോങ് ആയിട്ടിരിക്കാനും തിക്നെസ് തോന്നിപ്പിക്കാനും പിന്നെ എന്താ പറയുക മുടി കൊഴിച്ചിൽ നിൽക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് കേട്ടോ ചെയ്യാൻ പോണതെന്ന്. അത് എപ്പോഴും ചെയ്യണതല്ല, 2 ആഴ്ച കൂടുമ്പോഴൊക്കെ നമുക്ക് വേണ്ടപ്പോഴൊക്കെ ചെയ്യാം. അത് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ട് എൻ്റെ മുടി കൊഴിച്ചിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം ആകത്തിരി മുടികളിൽ അത് പോയിട്ടുണ്ടെങ്കിൽ എന്തിനാ വെച്ചിട്ടാണ്. കെരാറ്റിൻ ചെയ്യാൻ നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് 3 വെണ്ടയ്ക്കയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 3 വെണ്ടയ്ക്ക എന്നുള്ള കൃത്യമായിട്ട് ഒരു അളവൊന്നുമില്ല, 5 എണ്ണമൊക്കെ എടുക്കാം. ഞാനിത് ഏറ്റവും വലുതാവും കൊണ്ടാണ്, നല്ല വലുത് നോക്കിയിട്ടാണ് 3 എണ്ണം എടുത്തത്. അപ്പോൾ നമുക്കത് ചെറുതായിട്ട് തോരന ഉപ്പേരിക്കൊക്കെ അരിയണ പോലെ ഒന്ന് അരിഞ്ഞെടുക്കുക കേട്ടോ. അരിഞ്ഞിട്ട് ഇതാ അങ്ങനെ ഒരു പാത്രത്തിൽ ഇത്തിരി വെള്ളം വെച്ച് അതിലേക്കിട്ട് അങ്ങനെ വേവിച്ചെടുക്കുകയാണ്. നല്ലോണം വേവിക്കണം കേട്ടോ, എന്നാലും അതിലത്തെ ആ പൾപ്പൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കെരാറ്റിന് ചെയ്യാൻ വേണ്ടി വെണ്ടയ്ക്ക എടുക്കുമ്പോൾ നല്ല പിഞ്ച് വെണ്ടയ്ക്ക നോക്കി എടുക്കാൻ നോക്കണം കേട്ടോ. വലുതോ ചെറുതോ അതൊന്നും പ്രശ്നമില്ല, പക്ഷേ പിഞ്ചാവണം. മൂത്ത വെണ്ടയ്ക്കൊക്കെ എടുത്താൽ അതിന് നമുക്ക് ഉദ്ദേശിച്ച ഫലം കിട്ടില്ല കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ വെണ്ടയ്ക്ക നല്ലോണം വെന്ത് തിളച്ച് നിറഞ്ഞ് അങ്ങനെ വന്നിട്ടുണ്ട്. ഇനി ഞാൻ തീ കെടുത്താൻ പോവാണ്. ഇത് നല്ലോണം ഉടച്ചിങ്ങോട്ട് എടുക്കണം കേട്ടോ. വേണമെങ്കിൽ നല്ലോണം ഉടച്ച് എടുത്ത് അതിൻ്റെ പൾപ്പ് എടുക്കാം, പക്ഷെ ഞാൻ ചെയ്യാൻ പോണത് മിക്സിയിൽ ഒന്ന് അടിച്ചു കേട്ടോ. വെള്ളം എടുക്കാതെ വെണ്ടയ്ക്ക മാത്രം ഇന്ന് കോരിയെടുത്ത് മിക്സിയിൽ ഒന്ന് അടിച്ചിങ്ങോട്ട് എടുത്തു. അത് നല്ലോണം ഒന്നും ഇങ്ങോട്ട് അരിച്ചെടുക്കുക കേട്ടോ. അത് അരിച്ചെടുക്കാൻ ഇത്തിരി പാടുണ്ട്, കാരണം സാധാരണ നമ്മൾ എന്തെങ്കിലും അരിച്ചെടുക്കണ പോലെയല്ല. ഇതിന്ന് ആ പൾപ്പ് ഫുള്ളായിട്ട് കിട്ടാൻ ഇത്തിരി നേരം എടുക്കും. 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ സമയം പിടിക്കും കേട്ടോ. വേറെ അതിന് ടൈം അധികമൊന്നും വേണ്ട നമുക്ക്. ഞാൻ അതിൻ്റെ പൾപ്പ് മുഴുവൻ ഇത്തിരി സമയം കൊണ്ട് അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കോൺഫ്ലവർ പൊടിയാണ് കേട്ടോ. എനിക്ക് വല്ലാതെ കട്ടിയായിട്ട് വേണ്ട എന്നുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് കോൺഫ്ലവർ പൊടി എടുത്തിട്ടുള്ളൂ. നല്ല തിക്കിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി കൂടിയും കോൺഫ്ലവറൊക്കെ എടുത്ത് ഒന്ന് കലക്കാട്ടോ വെള്ളത്തിൽ. എനിക്ക് തലയ്ക്ക് നല്ല മുടിക്കൊന്നും ഇങ്ങനെ നല്ല തണുപ്പ് പറ്റാത്തത് കൊണ്ട് ഞാൻ അധികം കൊണ്ട് യൂസ് ചെയ്യാറില്ല കേട്ടോ. എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ ചെയ്യുന്നുള്ളൂ. പക്ഷെ ചെയ്യുമ്പോൾ സമയത്ത് നമുക്ക് ഒരാഴ്ച നല്ലൊരു തിക്നെസ് ഫീൽ ചെയ്യും കേട്ടോ നമ്മുടെ മുടിക്ക്. സിൽക്ക് പോലെയെന്ന് മാത്രമല്ല, നല്ല തിക്നെസ് ഉണ്ടാവും. ഇത് തേച്ച് പിടിപ്പിച്ച് ഒരു 10 മിനിറ്റൊക്കെ ഇരിക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ലോണം കഴുകിക്കളഞ്ഞാൽ ഷാമ്പുവോ സോപ്പോ ഒന്നും തേക്കേണ്ട ആവശ്യമില്ല, വേറെ താളിയൊന്നും തേക്കേണ്ട ആവശ്യമില്ല. നല്ല ഡയറക്റ്റായിട്ട് നല്ല തണുത്ത പച്ചവെള്ളത്തിൽ അങ്ങോട്ട് കഴുകിയാൽ മതി. നല്ല പോലെ കഴുകി ഇങ്ങോട്ട് ഉണക്കിയാണ്ടല്ലോ നമ്മുടെ മുടി ഇരട്ടി ഉള്ള പോലെ നമുക്ക് തോന്നും കേട്ടോ. പിടിക്കുമ്പോൾ നമ്മുടെ മുടി തന്നെയാണോ ഇതെന്ന് തോന്നും. മക്കൾക്ക് ഇത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അവർക്ക് അത്യാവശ്യം മുടിയൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ എൻ്റെ മുടി നല്ല കൊഴിഞ്ഞു പോകണം കൊണ്ടാണ് ഇത് തേക്കണത്. മുടി കൊഴിഞ്ഞു പോകലൊക്കെ പെട്ടെന്ന് നിൽക്കും കേട്ടോ. അത് ഒരാഴ്ച 2 ആഴ്ച അതിൻ്റെ ഫലം നിൽക്കുമ്പോൾ അത്രയും വരെ നമ്മുടെ മുടി കൊഴിഞ്ഞു പോകാതിരിക്കും. അപ്പോൾ ഞാൻ അത് തേച്ച് പിടിപ്പിക്കുന്ന ഒരു വീഡിയോ എൻ്റെ അടുത്ത് മിസ്സായിട്ടുണ്ട്. നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ തലയിൽ. ഇനി ഒരു 10 മിനിറ്റ് ഞാൻ അങ്ങനെ ഇരിക്കുകയാണ്. എനിക്ക് തണുപ്പധികം പറ്റില്ല എന്ന് പറഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ തലയോട്ടിയിൽ ഡയറക്റ്റായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഇത് നല്ല കട്ടിയിൽ ഇങ്ങോട്ട് ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ നല്ല തേച്ച് പിടിപ്പിച്ചാൽ ഒരു ബലമൊക്കെ വെക്കിട്ടോ ഒരു 10 മിനിറ്റ് ഇരിക്കുമ്പോഴേക്കും. അതുകൊണ്ടാണ് ഞാനതിന് നിൽക്കാത്തത്. അപ്പോൾ അത് ആ മുടിയൊക്കെ കഴുകി ഉണക്കി എനിക്ക് തന്നെ തോന്നുന്നുണ്ട് ഇതിൻ്റെ മുടി തന്നെയാണോ എന്ന്. ഞാൻ അങ്ങനെയാണ് എപ്പോഴും അതിങ്ങനെ പിടിച്ചു നോക്കാൻ നല്ല രസമാണ് കേട്ടോ. കാണുന്ന പോലെയല്ല, നല്ലൊരു സിൽക്കിയും ഇത് പിന്നെ ഒരു കട്ടി കൂടിയ പോലെയൊക്കെ ഇങ്ങോട്ട് ഒരു ഫീൽ ചെയ്യും. ഏറ്റവും പ്രധാന ഇത് ഇമ്പോർട്ടൻ്റ് ഞാൻ അതിന് കൊടുക്കണത് എന്താ വെച്ചാൽ മുടി കൊഴിച്ചിൽ നിൽക്കും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. വല്ലാതുള്ള എണ്ണമഴുക്കൊക്കെ പോയി.
നല്ല തിക്നെസ് വെച്ചു, സിൽക്കി. പിന്നെ ചെറുതായിട്ടൊരു ചുരുള് ഉള്ളതാണ് എൻ്റെ മുടി. ഞാനത് സ്ട്രെയിറ്റൻ എപ്പോഴെങ്കിലുമൊക്കെ ചെയ്യുള്ളൂ കേട്ടോ. ഒക്കെ സാധനങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നും നമ്മൾ ഉപയോഗിക്കാറില്ല. അപ്പോൾ നമ്മുടെ കെരാറ്റിൻ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്യണേ.